ഹലോ ഗായ്സ്, ഗെയിമിംഗ് ന്യൂസ് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം ഇടാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത് മറ്റേ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാമെന്നായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ ബ്രീഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രീഡറാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈടെക് രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. കുറച്ച് പണിയുണ്ട്. ഞാൻ എടുത്ത് അങ്ങോട്ട് വയ്ക്കണം. അതിൻ്റെ അകത്തോട്ട് കയറ്റി അതിന് മറ്റേ ഇത് റെയിൽ വഴി അയൺ കുറേ തപ്പിപ്പോണം. ഫസ്റ്റ് പണി നമ്മൾ അയൺ തപ്പിപ്പോണം. പണി പയ്യെ ചെയ്യാം. ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് കളിക്കുന്നവർ കുറേ പേര് കാണും. പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഇട്ടിരിക്കുന്നില്ല. ഇവിടെ കോവിൽ ഉത്സവമാണ്, അതുകൊണ്ടാണ്. ഫുഡ് പിന്നെ ഇത് വലുതായി. ഇതിനുള്ള ബോണും കൂടി കൊണ്ടുവരണം. ബോണെൻ്റെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം 2 കുട്ടികളായിട്ടുണ്ട്. ഇവിടെ ബെഡ് 3 അല്ല വെച്ചിരിക്കണം. എന്നാലും ഇങ്ങനെ 2 ആയി. മൈൻക്രാഫ്റ്റിൽ എന്തോ പറ്റിയിട്ടുണ്ട്. തന്നെ മൈൻക്രാഫ്റ്റ് എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പം നേരെയായി. അങ്ങനെ 2 കുട്ടികൾ അങ്ങനെ വന്നൊരു പിടിയിൽ. അതിൻ്റെ മണ്ടയിൽ പൂച്ചയാണോ? ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് കടയുള്ള കാര്യം. അപ്പോൾ ആൾ വന്നതാണ്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം. ഇവിടെ കടയുണ്ട്, വീടും കൂടി ചേർന്ന് തന്നെ ഞാൻ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആൾ വന്നായിരുന്നു. ഇന്നത്തെ ഗോൾ നമ്മൾ അയൺ മൈൻ ചെയ്യാൻ പോവുകയാണ്. ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ചോളാം. കൈ വെച്ച് കിട്ടുന്നില്ല. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിറഞ്ഞു ഗൈസ്. ഈ ബെഡുകൾ വെറുതെ ഇരിക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യാം. എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരനെ മെസ്സേജ് അയച്ചു. ബാക്കിയുള്ള ഇതിൻ്റെ അയൺ വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ട്. അതും കൂടി കൈ വെച്ച് എൻ്റെ ഫർണസും കൂടി വെച്ചേക്കാം. പോയിട്ട് വരാം. ഇത് കിടന്നായിക്കോട്ടെ. ഇവന്മാർ കേരള വേറെ ഒന്നും നട്ടാൻ നോക്കണം. പൊട്ടാട്ട് നട്ട് ചെയ്യുന്നു. കുറച്ച് വുഡും കൂടി എടുത്തിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് ബ്രിച്ച് വുഡായിട്ട് ലോക്ക് പൂച്ച മണ്ടേ കടിക്കണം. ഇവിടെ മൈനിങ് ഏരിയ കൂടെ സെറ്റാക്കി വരുന്നുണ്ട്. പണിയുടെ വരെ പിന്നെ ഞാൻ മൺഡേ വന്നൊക്കെ ബെഡും കൂടെ എടുത്തിട്ട് രാത്രി ആകുമ്പോൾ പണി കിട്ടും. പിന്നെ നമുക്ക് കേവിൽ പോയി ഇതിന് കുറേ മൈൻ പിന്നെ ഞാൻ ചെയ്യാം. വാട്ടർ ബോട്ടിൽ ചെയ്യാം. കടയിൽ ആൾ വന്നിട്ടുണ്ട്. അതാണ്
ഇന്നത്തെ വീഡിയോ ആവണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേവ് ഇങ്ങോട്ട് ഉണ്ടായെന്ന് തോന്നുന്നു. അവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെയല്ലേ അതാണെന്ന് തോന്നുന്നു. ഒരു പിടിയില്ല. ബോളും കൂടി കളിച്ചിട്ട് അവിടെ ബ്രീഡറിൽ ബെഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇപ്പം മനസ്സിലായി അവിടെ 2 ബേബീസ് എങ്ങനെ വന്നത്. എൻ്റെ ബെഡ് അവിടെ അകത്തല്ലേ ഇരുന്നത്. അതും കൂടി ചേർത്തുമ്പോൾ 4 ബെഡ്. അങ്ങനെയാണ് 2 ബെഡ് 2 അകത്തിരിക്കുന്ന വില്ലേജാണ്. 2 എണ്ണം മറ്റേ ബേബി വില്ലേജ്, 2 എണ്ണം വന്നേണ്ടത്. അതാണ് ഇപ്പോൾ പോയപ്പോൾ. അതാണ് നേരത്തെ പച്ച കളർ കത്തിയത്. അതിൽ മറ്റേ പാർട്ടിക്കൽ വന്നില്ലായിരുന്നു അത്. ഓക്കെ ഗായ്സ്, ഓരോന്ന് പഠിക്കണുണ്ടോ? അങ്ങനെ പഠിക്കാൻ കുറേ ഉണ്ട് ഗായ്സ്. ഇഷ്ടം പോലെ ഫാമും ചെയ്യാൻ പറ്റും ഇതിൽ. കുറേ ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറേ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ കേവാണ്, ഞാൻ വന്ന കേവാണെന്ന് തുറന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, കേവല്ല, വലിയൊരു കേവ് ഇവിടെ ഉണ്ടോ? വാട്ടറാണ്. റിവൈൻ ഇവിടെ ഒരു കേവെന്ന് തോന്നുന്നു. പൊടേ. ഓക്കെ, ഇതായത് ഞാൻ നേരത്തെ ഇവിടെ സ്കെൽട്ടന്മാർ സ്പോണാവാൻ ചാൻസ് കൂടുതലാണ്. കണ്ട നേരത്തെ തന്നെ അമ്പിട്ട് കൊന്നല്ല, അമ്പിട്ട് തന്നെ നശിപ്പിക്കാൻ നോക്കി. അതാണ് ഇവിടെ. ഞാൻ കിട്ടിയിട്ട് എപ്പോഴത്തെ ആൾ വന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആൾ കിട്ടി തന്നെ ഇവിടെ പറയുള്ളൂ. പിന്നെ ആയും കിട്ടിയിട്ട് ഞാൻ അപ്പിക്കും. ഇപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റ് ചൈൽഡ് അവിടെ ഇരിപ്പുണ്ട്. ഒന്നല്ല, എടുക്കണം. മറ്റേ ടോർച്ചിൻ്റെ ആവശ്യം വരും. ടോർച്ചിലേക്ക് പോകാൻ പറ്റില്ല. വെളിച്ചം വെച്ച് പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതെ, പിന്നെ വീണ്ടും ആയി കിട്ടിയായിരുന്നു. ഒരു കോമ്പി ഒന്നും അടിക്കുകയും ചെയ്തു. ഫുള്ളും കോമഡി ആയിരുന്നു. ആൾ വന്നുകൊണ്ട് പിന്നെ ലാപ്ടോപ്പ് താഴെ ഇവിടെ വന്നിട്ടുള്ളൂ. അതിനൊക്കെ കുറേ എടുത്തിട്ട് ഒരു ഇപ്പോൾ എത്രയായി, 22 എണ്ണമായി. ഒരു സ്റ്റാക്കൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഡീപ്പ് ലെവലിൽ കയറിയിട്ട് കാര്യമില്ല. കടല അതാണ് സൗണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഡീപ്പ് ലെവലിൽ കയറിയിട്ട് ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കായിരുന്നു. അവിടെ കേട്ട് കാര്യമില്ല. ലാരി കാമ്പിയാണ്. ഇമാരെ കൊണ്ടുപോയി ഇവിടെ ഒന്നുമില്ല. ഡെത്ത് XP കിട്ടണം. ഇമാരെ കൊല്ലം പോയി. കോലി വരുന്നുണ്ട്. ഇവിടെയും വെള്ളത്തെ കൊണ്ടുവരാം. ഇവിടെ നിന്ന് വന്നു. ഇവിടെ നിന്നാണ്
ഓൾറെഡി ഉണ്ടെങ്കിൽ എടുക്കുകയാണ്. പിന്നെ പറഞ്ഞുണ്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാം. വെളിയിറങ്ങിയപ്പോൾ രാത്രിയായി. ഇപ്പോഴ് അമ്പ് വിടണോ എവിടെ നിന്നാ വാടക അമ്പ് ഇങ്ങോട്ട് എത്തുമോ നോക്കട്ടെ. ജയിക്കുമ്പോൾ അമ്മമാർ ഇങ്ങോട്ട് വന്നോളൂ. കണ്ട അപ്പം ആരും ചെയ്യുന്നില്ല. നിന്റെ അമ്പ് വെച്ചാൽ അവനെ കൊല്ലാൻ കൊള്ളാം. നിൽക്കവിടെ നിൽക്കും. എന്താ ഒന്ന് ബോൺ കിട്ടി. ടീം ചെയ്യാൻ പറ്റിയത്. വേറെ കേവും കൂടി കേവുന്നു. ഇവിടെ വേറെ കേവെല്ലാം ഉണ്ടോ നമ്മൾ കയറാത്ത? എല്ലാം കയറി എന്നാ തോന്നണം. എന്തെല്ലാം അയൺ 8 23 2 അല്ല എൻ്റെ 200. നേരെ ആക്സ് ഉണ്ടാക്കിയായിരുന്നു. 2 5 പോയി. അത് മതി പടി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീടാണ്. ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം വീടെത്തിയിരിക്കുന്നു. ഇനിയുള്ള ബെഡും കൂടി ഉണ്ടാക്കിയേക്കാം. എൻ്റെ ബെഡ് കൂടെ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് എൻ്റെ പെറ്റ്, എനിക്ക് ഇഷ്ടമുള്ള പെറ്റുകളാണ് പട്ടി. അവിടെ പ്ലീസ്. ഇനി ഇതൊന്നും വേണ്ട. അവിടെ ഓക്കെ, നീങ്ങുക. അടിക്കുന്നു. ഓക്കെ, നീ ഇവിടെ ഇരുന്നു. ഇവിടെ ബാക്കിയുള്ള എല്ലാം പോട്ട് കഴിഞ്ഞു. ഇവിടെ വർക്കാൻ വെച്ചിട്ട് പോവാം. വർക്കട്ടെ. എന്നിട്ട് നമ്മൾക്കുള്ള ബെഡിങ് ഒന്നും കൂടി കിട്ടുന്ന, ഒരു കൂളും കൂടി കിട്ടുന്നെങ്കിൽ ഒരു പെട്ടും 2 പെട്ടും ഉണ്ടാക്കാം. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. ബ്രീഡർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും തോന്നണില്ല ഗായ്സ്. ഇത് ചെയ്യാനാ പതിനൊന്നായി കിട്ടാ. എനിക്കുള്ളത് എനിക്ക് വേണം. ഞാൻ എടുക്കുക. മണ്ടത്തരമാണ് കാണിക്കണമെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ചെസ്റ്റിൻ്റെ അകത്ത് മറ്റെന്തിനും എൻ്റെ പേര് വായിലും കിട്ടില്ലല്ലോ. ഷെയർ ഇരിക്കുക. ഷെയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണമൊക്കെ കൂള് കിട്ടും. 2 3 കൂള് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ കാണിക്കുള്ളൂ? പോരാ കടയിൽ ആൾ വന്ന് പൈസ അതുകൊണ്ടോ. ഉള്ള കൂള് വെച്ച് ബെഡുണ്ടാക്കി വെച്ചെടുക്കാം. ഒന്ന് 2 കള്ളന്മാരെ ഓരോട് പോയി വിളിച്ച് കണ്ടു. പിന്നെ ക്യാരറ്റ് പന്ന മയില് ക്യാരറ്റ് നട്ടൊന്നും എന്നെ കൊണ്ട് കളഞ്ഞു. ഇതെന്നെ ക്യാരറ്റ് ഒരു പിടിയില്ല. ഇമാരെ കാര്യം കൊണ്ട് പറയാൻ പറ്റൂല. കഞ്ചാവുള്ളതാണ് ഇമാര്. പിന്നെ മോചകൻ്റെ അടുത്തൊരു കാര്യം, ഇതിനെ പെണ്ണ് വേണം കണ്ടുപിടിച്ച് തരണം. ഇതിലാരാ പെണ്ണ്, ഇതിലേതാ പെണ്ണാണെന്ന് ഒരു പിടിയുമില്ല. ക്യാരറ്റ് കൊടുത്ത അവന്മാർ അപ്പം ബ്രീഡ് തുടങ്ങുള്ളൂ. ക്യാരറ്റാ ബ്രെഡാവെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വേറെ വില്ലേജറും കൊള്ളാമല്ല. എൻ്റെ 2 ഭയമല്ല വില്ലേജർ ഇവിടെ.
പണിയൊന്നും ഇല്ല. ഇമാരെ നോക്കാൻ ഇമാര് വളർന്നു ഇമാരെങ്കിലും കൊണ്ടുപോയിരുന്നു ഇവിടെ ഇല്ല അല്ല വിളിച്ചടിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസിമാര് വളരാത്തോണ്ട് അയ്യോ അവിടെ ഉണ്ട്. ഞാൻ രണ്ടുപേരും കാണാമല്ലോ. അവർ വളരാത്തോണ്ട് അടുത്ത എപ്പിസോഡിൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ AFK എന്ന് കുറേ കയണൊക്കെ കണ്ടുപിടിക്കാം. മറ്റേ എന്തിനായാലും ഇപ്പോൾ ഇതായി. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്. എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മൈൻക്രാഫ്റ്റ് പേടിക്കാനും ഉണ്ട് പേടിക്കാതിരിക്കാനും ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പുതിയതായിട്ട് കളിക്കുന്ന ഒരു കാര്യം നല്ല വൃത്തി എൻജോയ് ചെയ്യാൻ പറ്റും. ചില കേസ് നല്ല വൃത്തി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ അറപ്പിക്കണമെന്ന് വെച്ചാൽ സോംബി അടിച്ചിടണം, ക്രീപ്പർ ബാക്കിൽ നിന്ന് പൊട്ടിത്തെറിക്കണത്, സ്കെൽട്ടൻ ദൂരെ നമ്പ് ചെയ്യണത്, വേറൊരു പണിയുണ്ട്. എവിടെ നിന്നെങ്കിലും അറ്റാക്ക് കിട്ടി അവന്മാരെ കൊന്ന് വേറെ നിൽക്കുമ്പോഴേക്ക് എൻട്രമാനെ നോക്കണത് വലിയ പണിയാണ്. പിന്നെ എൻട്രമാനെ കൊല്ലാനൊക്കെ ട്രിക്കൊക്കെ ഉള്ളതുകൊണ്ട് അത് രക്ഷപ്പെട്ട്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ മോജാങ് ഇതിന് പെണ്ണ് കാണുമെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒരുമാതിരി തോന്നുന്നു. ഇതിനെ കാണുമ്പോൾ ബ്രീഡർ അല്ലെങ്കിൽ ബ്രീഡർ സെറ്റപ്പ് വേറെ വല്ലതും ചെയ്യണം. മോജാങ് കൂടി നോക്കണം. മോജാങ്ങിനെ കത്തയക്കാം. തിരുവനന്തപുരത്ത് വിളിച്ച പോലെ മോജാങ്ങിനെ കത്തയച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.